ശ്രീമതി ഉഷ വിജയൻ 7 മിനിറ്റ്. സർ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പടവുരുതിയ പോരാട്ടം നടത്തിയ ചരിത്രപുരുഷനായിട്ടുള്ള വീര പഴശ്ശിരാജാവിൻ്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ നിന്നാണ് ഞാൻ വരുന്നത്. എന്നെ നിയമസഭയിലേക്ക് എത്തിച്ച എൻ്റെ പാർട്ടിയോടും മുന്നണിയോടും എൻ്റെ മാനന്തവാടി മണ്ഡലത്തിലെ ജനതയോടും എൻ്റെ കൃതജ്ഞത അറിയിക്കുകയാണ്. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച 2026-27 ബഡ്ജറ്റിനെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ സംസ്ഥാനത്തെ കടക്കണിയിലാക്കിയ കഴിഞ്ഞ സർക്കാർ ഈ ഒരു കടക്കണി ഉള്ളത് ബോധ്യപ്പെടുത്താൻ വലിയ സാമ്പത്തിക വൈദഗ്ധ്യമൊന്നും നമുക്ക് ആവശ്യമില്ല. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ച ധവളപത്രത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ UDF സർക്കാർ അഭിമുഖീകരിക്കാൻ പോകുന്ന വെല്ലുവിളികൾ ചെറുതല്ല എന്ന പൊതുബോധ്യം എല്ലാവർക്കുമുണ്ട്. സർ, ഒരു കന്നി നിയമസഭാ സാമാജിക എന്ന നിലയിൽ എൻ്റെ മാനന്തവാടി മണ്ഡലത്തിൽ വികസന കുതിപ്പിന് ഇപ്പോഴത്തെ ധനസ്ഥിതി എത്രമാത്രം ആഘാതം സൃഷ്ടിക്കും എന്നോർത്ത് ആശങ്കപ്പെടുകയാണ് സർ ഞാൻ. പക്ഷേ പ്രഗത്ഭനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കൂട്ടായ പ്രവർത്തനം വഴി UDF സർക്കാരിനെ വേറിട്ട പ്രവർത്തനം നടത്താൻ കഴിയുമെന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. സർ, കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ KSRTC ബസ്സിൽ ലക്ഷക്കണക്കിന് സ്ത്രീ യാത്രക്കാരല്ലേ സർ സൗജന്യ യാത്ര ചെയ്തത്. കേരള വികസന ചരിത്രത്തിൽ ഇത്തരമൊരു വിപ്ലവ പദ്ധതിയായി അത് മാറിയില്ലേ സർ? കഴിഞ്ഞ 10 വർഷമായി മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഹബ്ബായി മാറിയില്ലേ സർ കേരളം? സ്കൂൾ കുട്ടികൾ, പെൺകുട്ടികളടക്കം മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഇടനിലക്കാരും ഇരകളുമായിട്ടില്ലേ സർ? ആഴ്ചകൾ കൊണ്ട് ആയിരക്കണക്കിന് അറസ്റ്റുകൾ രേഖപ്പെടുത്തുവാനും ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കാനും എന്നത് ചെറിയ കാര്യമാണ് സർ. അറിയാതെ ലഹരിയിലേക്ക് വഴിതെറ്റുന്ന ജനസി തലമുറയുടെ തൂഫാൻ ഹണ്ട് നൽകുന്ന സുരക്ഷിതത്വ ബോധം ചെറുതല്ല സർ. സർ, പൊതുജനാരോഗ്യ സംരക്ഷണത്തിൻ്റെ പതിറ്റാണ്ടുകളായി കേരളം മുൻപന്തിയിലാണ് സർ. അതുകൊണ്ട് തന്നെ ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് കേരളം സർ. ഇക്കാരണത്താൽ വയോജനങ്ങളുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ട സർക്കാരിനുണ്ട്. ഇത് മനസ്സിലാക്കി ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം ഒരു പുതിയ വയോജനക്ഷേമ വകുപ്പ് തന്നെ രൂപീകരിച്ചത് ഏറെ സ്വാഗതാർഹമാണ് സർ. സർ, കേരള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാർ അധിവസിക്കുന്ന ജില്ല വയനാടാണ്. അതിൽ ഏറിയ പങ്കും മാനന്തവാടിയിലാണ്. കഴിഞ്ഞ സർക്കാർ പട്ടികവർഗ മേഖലയെ തീർത്തും അവഗണിച്ച് 10 വർഷമായിട്ട് മാനന്തവാടിയിലെ പട്ടികവർഗക്കാരായിട്ടുള്ള രോഗികളായ അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാത്ത വീർപ്പ് മുട്ടുന്നവരും അതിൽ വീടും സ്ഥലവും കുടിവെള്ളവും ഇല്ലാത്തവരുമാണ്. അതോടൊപ്പം തന്നെ രോഗാവസ്ഥയും പാതി വഴിയിൽ വിദ്യാഭ്യാസം മുടങ്ങിയവരും കൊഴിഞ്ഞുപോക്കും അതിൻ്റെ കൂടെ വന്യമൃഗ ശല്യം കാരണം ജീവനെ ഭയന്ന് ജോലിക്ക് പോകാൻ കഴിയാത്തവരുമുണ്ട് സർ. കൂടാതെ വന്യമൃഗ ശല്യം കാരണം കൃഷി നശിച്ചവരും വന്യമൃഗ ആക്രമണത്തിൽ പരിക്കുപറ്റി നിരാലംബരായിട്ടുള്ള കുടുംബാംഗങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടും സർ. സർ, ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വയനാടിനെയും പാക്കേജിൽ ഉൾപ്പെടുത്തി ബഡ്ജറ്റിൽ അവതരിപ്പിച്ചത് വളരെയധികം സന്തോഷമുണ്ട് സർ. ബഡ്ജറ്റിൽ വയനാടിന് ട്രൈബൽ യൂണിവേഴ്സിറ്റി എന്ന പ്രഖ്യാപനം ഞങ്ങൾ വയനാട്ടുകാർ വളരെ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഒരാളെന്ന നിലയിൽ സർക്കാരിനെ ഇക്കാര്യത്തിൽ മുക്തകണ്ഠം പ്രശംസിക്കുവാൻ കൂടി ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ് സർ. എൻ്റെ മണ്ഡലമായിട്ടുള്ള മാനന്തവാടി മണ്ഡലത്തിൽ നിട്ടറ ഗ്രാമം, മീൻമുട്ടി, കുങ്കിച്ചിറ, പഴശ്ശി പാർക്ക്, പഴശ്ശി മ്യൂസിയം, കുറുവാദ്വീപ്, തിരുനെല്ലി ക്ഷേത്രം, വള്ളിയൂർക്കാവ് ക്ഷേത്രം, മുനീശ്വരൻകുന്ന് എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണുള്ളത് സർ. വളരെ അനന്ത സാധ്യതയാണ് ടൂറിസം മേഖലയിൽ മാനന്തവാടിക്കുള്ളത്. വയനാടിനെ പ്രയോജനപ്പെടുന്ന ഫാം ടൂറിസം വിനോദസഞ്ചാര മേഖലയിൽ വലിയ കുതിപ്പുണ്ടാക്കും എന്നതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ സംശയവും ആശങ്കയുമില്ല. മനുഷ്യ വന്യമൃഗ സംഘർഷത്താൽ ജീവൻ പൊലിഞ്ഞ നിരവധി മനുഷ്യാത്മാക്കൾ വയനാട്ടിലുണ്ട് സർ. സർ, ജീവൻ പൊലിഞ്ഞ് പോയവരുടെ കുടുംബാംഗങ്ങൾക്ക് താമസം വിന നഷ്ടപരിഹാരത്തുകയും അവകാശികൾക്ക്
സ്ഥിരം തൊഴിലും ലഭ്യമാക്കാനുള്ള നിയമ നടപടിയും എത്രയും വേഗം ഉണ്ടാകണം. കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 20 ദിവസം മാത്രം ആയ എന്നോട് ആ സമയത്ത് കഴിഞ്ഞ 10-ാം തീയതി ഒരു സഹോദരനെ ആന ചവിട്ടി കൊന്ന ഒരു സംഭവം, ദാരുണമായിട്ടൊരു സംഭവം മാനന്തവാടിയിലുണ്ടായി. അന്ന് സഖാക്കൾ എന്നോട് പറഞ്ഞത്, ഈ നിമിഷം നിങ്ങൾ 50 ലക്ഷം രൂപയും കുടുംബാംഗത്തിൻ്റെ ആശ്രിതന് സ്ഥിരമായ ജോലിയും വാഗ്ദാനം ചെയ്യാതെ, ഉറപ്പ് തരാതെ ഈ ബോഡി അടക്കില്ല എന്ന് എന്നോട് സഖാക്കൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 10 വർഷമായി എത്ര ആളുകൾക്കാണ് ഇതുപോലെ മരണമടഞ്ഞ ആളുകൾക്കാണ് അവർ സ്ഥിരം ജോലി കൊടുത്തിട്ടുള്ളത്? ആർക്കൊക്കെയാണ് 50 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളത്? അതിനുള്ള മറുപടിയും കൂടി ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുകയാണ്. വയനാട്ടിലെ സാധാരണ കർഷകരുടെയും കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനും കർഷകർക്ക് ലഭിക്കാനുള്ള കോടിക്കണക്കിന് വിള നഷ്ടപരിഹാര തുകയും UDF സർക്കാരിൻ്റെ മുന്തിയ പരിഗണന ഉണ്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് സാർ ഞാൻ. സാർ, പിന്നോക്ക ജില്ലയായിട്ടുള്ള വയനാട്ടിലെ വിദഗ്ധ ചികിത്സയ്ക്കായി ജനങ്ങൾ ആശ്രയിക്കുന്നത് മാനന്തവാടി പ്രവർത്തിച്ചു വരുന്ന മെഡിക്കൽ കോളേജിനെയാണ്. 2019 അന്നത്തെ ഇടത് സർക്കാർ മാനന്തവാടിയിൽ പ്രവർത്തിച്ചിരുന്ന ജില്ലാ ആശുപത്രിയെ യാതൊരു മാനദണ്ഡവുമില്ലാതെ, അതിന് യാതൊരു തരത്തിലുള്ള പരിശോധനയും നൽകാതെ വെറും ഒരു ആശുപത്രിയെ പ്രത്യേക ഉത്തരവിലൂടെ മെഡിക്കൽ കോളേജായി അപ്ഗ്രേഡ് ചെയ്യുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു റഫറൽ മെഡിക്കൽ കോളേജായാണ് പ്രവർത്തിച്ചു വരുന്നത്. വന്യമൃഗ ആക്രമണം കൊണ്ടോ വാഹന അപകടം മൂലമോ അത്യാസന്ന നിലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നവരെ ചില പ്രാഥമിക ചികിത്സ നൽകി നേരെ 105 കിലോമീറ്റർ അകലെയുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് റഫർ ചെയ്യുകയാണ് പതിവ്. വയനാട് ചുരത്തിലെ തീക്ഷ്ണമായ ഗതാഗത കുരുക്ക് പതിവായതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം പേരും ആംബുലൻസിൽ വെച്ച് തന്നെ മരണമടയുന്ന ഒരു ഗതികേട് നിത്യ സംഭവമാണ്. സാർ, അതുകൊണ്ട് തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജ് എന്ന ഒരു സ്വപ്നം കഴിഞ്ഞ 10 വർഷമായി ഇടത് സർക്കാർ യാഥാർത്ഥ്യമാക്കിയിരുന്നില്ല. മാനന്തവാടിയിലെ ജനതയോട് മാനന്തവാടി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ എന്നോട് കനിവുണ്ടാവണം. മാനന്തവാടിയിലെ ജനതയോട് ഈ ഒരു അവസരത്തിൽ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് ചാർത്തി വിസ്മയം തീർത്ത സംസ്ഥാന സർക്കാരിന് ഒരിക്കൽ കൂടി സർവാത്മന പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് നിർത്തുന്നു സാർ. ജയ് ഹിന്ദ്.